അലിഭായ് ചേട്ടാ, അലിഭായ് ചേട്ടാ, നിങ്ങൾ വീട്ടിലുണ്ടോ? അതെ ചേച്ചി, വീട്ടിൽ തന്നെ ഉണ്ട്. ഹാ. പൂജ, അകത്തേക്ക് കയറി വാ. വരാൻ സുഖാണോ ചേട്ടാ? എങ്ങനെയാ പോകുന്നു ചേട്ടത്തി? അല്ല, ഇന്നെങ്ങനെ എന്റെ ഓർമ്മ വന്നത്? അയ്യോ, എങ്ങനെ മറക്കും ഞാൻ? നിങ്ങളെപ്പോലെ നല്ലൊരു ടൈലർ ഈ അടുത്ത സ്ഥലത്തൊന്നും ഇല്ലല്ലോ. എന്റെ മോളുടെ കല്യാണമാണ്. അവളുടെ കല്യാണ ഡ്രസ്സ് ശരിയാക്കണം. വേറെ ഏത് ടൈലറാ ഉള്ളത്? ശരി ചേട്ടത്തി, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാളിപ്പോ നിങ്ങൾ എന്തിനാ വേറെ എങ്ങോട്ടെങ്കിലും പോണ്ടത്? മതി, ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാ. എന്റെ മോളെ കാണാൻ രാജകുമാരിയെ പോലെ ഉണ്ടാവണം. എന്റെ മോളെ കാണാൻ സുന്ദരിയാണെന്ന് എല്ലാവരും അഭിനന്ദിക്കണം. ചേട്ടത്തി, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാനില്ലേ കൂടെ. ഇന്ന് തൊട്ട് പൂജയുടെ കല്യാണ കാര്യങ്ങൾ എന്റെ ഉത്തരവാദിത്തമാണെന്ന് കൂട്ടിക്കോ. പൂജനെ സുന്ദരിയാക്കേണ്ടത് എന്റെ ജോലിയാണ്. പൂജ, ഒന്നടുത്തേക്ക് വരൂ. ഞാൻ ഡ്രസ്സിന് മെഷർമെന്റ്സ് എടുക്കട്ടെ. ആ, പോ പോ മോളെ, പോ. അത് പിന്നെ അവളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടാവണം. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നേ? പൂജ ഓൾറെഡി സുന്ദരിയായ ഒരു കുട്ടിയല്ലേ ചേട്ടത്തി, അതുകൊണ്ട് എല്ലാം ഭംഗിയുണ്ടാവും. ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? എനിക്ക് കേൾക്കുന്നില്ല. ആരാന്ന്? ആ, എന്താ? അതെ, എനിക്കൊന്നും കേൾക്കുന്നില്ലെന്ന്. അതെ, ഞാനിവിടെ മോളുടെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ അപ്പോഴേക്കും വീട്ടിലെത്തിയോ? അയ്യോ, ഞാനിപ്പോ എന്താ പറയാ. ശരി, നാളെ വരൂ കേട്ടോ. കഴിഞ്ഞോ? അല്ല, എന്നൊന്ന് വിളിച്ചൂടായിരുന്നു സാറാ? എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കുടിക്കാൻ ശ്രമിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ എന്ത് ചെയ്യും? അതെ, നിങ്ങളുടെ ഭാര്യക്ക് സുഖാണോ? കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നിങ്ങളെപ്പോലുള്ള ഭർത്താവിനെ കിട്ടണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ എത്രത്തോളം സ്നേഹിക്കുന്നത്. ശരി സഹോദര, ഞങ്ങൾ പോകണേ. അത് പിന്നെ ഈ തുണികളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകണേ. ഒരുപാട് ജോലിയുണ്ട്. വാ, നമുക്ക് വേഗം പോകാം. എന്ത് പറ്റി?
അയ്യോ, നിനക്കൊന്നും പറ്റില്ലല്ലോ. എവിടെ എവിടെ പരിക്കേറ്റത്? എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്ക്, അപ്പോഴേ മനസ്സിലാവില്ല എന്തെങ്കിലും. എനിക്കൊരു കുഴപ്പമില്ല. അല്ല, എഴുന്നേറ്റ് നടന്നാലേ മനസ്സിലാവുള്ളൂ എവിടെയാണ് പരിക്കേറ്റതെന്ന്. അതുകൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ. ആ, പറ്റുന്നുണ്ടോ? ഇവിടെ ഇരിക്കുക കുറച്ച് സമയം. ഞാൻ പറഞ്ഞില്ലേ എന്തോ പരിക്കേറ്റിട്ടുണ്ടെന്ന്. ഒരു മിനിറ്റ്, കാലൊന്ന് നീട്ടിക്കേ. കാല് നീട്ട്. ഓക്കെ അല്ലേ? ഇത് അങ്ങോട്ട് നോക്കിയേ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാം ശരിയാക്കി തരാം. ഓക്കെ, മിണ്ടാതിരിക്കടി, പെട്ടെന്ന് പോവാം. മിണ്ടാതിരി വെക്കണ്ടോ? ചേച്ചി, ചേട്ടാ, 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 ചേച്ചി, 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 നിങ്ങൾക്ക് സുഖമാണോ ചേച്ചി? അലിച്ചേട്ടൻ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. പുള്ളിക്കാരൻ എവിടെയാ? അല്ല ഫറ, നീയോ? നീ എപ്പോഴാ വന്നേ? അല്ല, എന്താ പെട്ടെന്ന് ഞങ്ങളുടെ ഓർമ്മ നിനക്ക്? ഞാൻ വിചാരിച്ചു എന്റെ ചേച്ചി പിന്നെ എന്റെ ചേട്ടനെ ഒന്ന് കാണാന്നു. നിങ്ങളെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് എത്ര കാലായി. അത് ശരി, അപ്പൊ അതുകൊണ്ടാണല്ലേ വന്നത്. എന്തായാലും നീ ചെല്ല്, നല്ല ടയർഡായിട്ടുണ്ട് നിന്നെ കാണാൻ. കാലുമുഖ കഴുകിട്ട് വാ. ഇന്ന് ഞാൻ എന്റെ നാത്തുന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സന്തോഷത്തിലാ. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം സ്വയം കഴിച്ച് എന്റെ നാക്കൊക്കെ ചത്തുപോയി. ഇന്ന് ഞാൻ റെഡിയാ. ഇത്ര കാര്യമുള്ളോ? ഇന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് ഞാൻ എങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോകുന്നേന്ന്. ചേച്ചി, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഇന്ന് എനിക്ക് കിട്ടും സന്തോഷവും നല്ല ഭക്ഷണവും. രണ്ടും ഞാൻ ശരിക്കും ആസ്വദിക്കും. അല്ല ഫറ, ഞാൻ ആലോചിക്കായിരുന്നു, നീ ഉണ്ടാക്കിയ ഭക്ഷണം ചൂടോടെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ. ഇല്ല ചേട്ടാ, നിങ്ങൾ കഴിക്കേ. ഞാൻ ആ സമയം കൊണ്ട് ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കാം.
ചേട്ടാ ഇതെന്താ ചെയ്യുന്നു ചേട്ടാ? ഇതെന്താ ചെയ്യുന്ന നിങ്ങള്? വിടന്നെ, മിണ്ടരുത്. ചേച്ചി 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 എന്തിനായിരുന്നു കരയുന്നേ? നിന്റെ സഹോദരിയല്ലേ? നിന്റെ ചേച്ചിക്ക് വേണ്ടി ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? കരയാണോ? എന്തിനാ കരയുന്നേ? ഞാൻ നിന്നെ സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ. ഇതൊക്കെ അനുഭവിക്കേണ്ട പ്രായമല്ലേ? ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ, നാത്തൂനും ഏകദേശം ഭാര്യനെ പോലെ തന്നെയാണെന്ന്. നോക്ക്, എനിക്കിങ്ങനെ ഇരുന്ന് മോങ്ങുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അടുത്ത തവണ ഇഷ്ടത്തോടെ ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യും, കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കേ. നിന്റെ ചേച്ചിക്കും സന്തോഷമാകും, എനിക്കും സന്തോഷമാകും. ഞാൻ പോവാണ്. നിന്നെപ്പോലൊരു ദുഷ്ടനും വൃത്തികെട്ടവനുമായിട്ട് ഒരുത്തന്റെ കൂടെ എന്റെ സഹോദരി കെട്ടിച്ചേച്ചത് വളരെ വലിയൊരു തെറ്റായിരുന്നു. നിന്നെപ്പോലൊരു ദുഷ്ടനായ മനുഷ്യനാവാൻ പോലും യോഗ്യതയില്ലാത്തവനായിരുന്നു. എന്റെ സഹോദരിയുടെ വിവാഹ ജീവിതം തകർക്കാനുള്ള ഒരു കാരണം ഞാനാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയില്ല. നിന്നെപ്പോലെ ഒരുത്താൻ സ്വന്തം വീടിന്റെ അഭിമാനം എവിടെ വേണമെങ്കിലും വിറ്റ് കാശാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർത്തു വെച്ചോ, എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാല് പിന്നെ ഞാൻ തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കില്ല. പിന്നെ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല.